വെറുതെ ആവശ്യമില്ലാത്ത മുട്ടാപ്പോക്ക് ന്യായവും എവിടെ കിടക്കുന്ന കുറെ വള്ളിക്കേസും പിടിച്ചുകൊണ്ട് ദുൽഖർ സൽമാന്റെ ഒക്കെ അങ്ങോട്ട് കയറി വീട്ടിൽ കയറിക്കൊണ്ട് അവരുടെയൊക്കെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചുകൊണ്ട് സംഘികൾ കളിച്ച കളി. എന്നിട്ട് ആറണാക്കിൽ നിന്നാ പൊട്ടിയത്. ഈ പന്നിയൊക്കെ പടക്കം എടുത്തുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു കാഴ്ചയാണ്. അതായത് സംഘികൾ തന്നെ അങ്ങോട്ട് പടക്കം എടുത്തിടുന്നു, സംഘികളുടെ കൂട്ടത്തിലുള്ള കൊതിയന്മാർ തന്നെ എടുത്ത് കടിച്ചുകൊണ്ട് പോകുന്നു, എന്നിട്ട് അത് ആരുടെ ഇരുന്ന് പൊട്ടും? സംഘികളുടെ ഇരുന്ന് തന്നെ പൊട്ടും എന്ന് പറയുന്ന പോലെയാണ്. മമ്മൂട്ടിക്കെതിരെയും ദുൽഖറിനെതിരെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇവരുണ്ടാക്കിയത്. ആ പ്രശ്നങ്ങളൊക്കെ എവിടെ എത്തി? ഇപ്പോൾ എങ്ങും എത്തിയിട്ടില്ല. മമ്മൂട്ടിയൊന്നും അതിനെപ്പറ്റി വറീഡുമല്ല, മമ്മൂട്ടിയുടെ മകനും വറീഡല്ല, അവരൊന്നും അതിനെപ്പറ്റി ബോധേഡ് പോലും ആവുന്നില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് പറഞ്ഞോട്ടെ, അതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അല്ലേ അംഗീകരിക്കേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറയേണ്ടതായിട്ടുള്ളൂ. അതിൽ കാര്യമായിട്ടുള്ള സത്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയാണ് പേടിക്കേണ്ടതെന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഒരു കാഴ്ചയിൽ, അല്ലെ മമ്മൂട്ടിയുടെ ഒരു കാര്യത്തിൽ നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഈ സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് കവറപ്പ് ചെയ്യാതെ അവിടെ പോയി അത് കവറപ്പ് ചെയ്യാനെന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല സുരേഷ് ഗോപി ആ സമയത്ത് പറഞ്ഞത്, നമ്മളെല്ലാവരും കേട്ടതാണ്.